തെരുവിലെത്തപ്പെടുന്നവർക്ക് രാത്രികാലങ്ങളിൽ താമസിക്കാനുള്ള സംവിധാനം നഗരങ്ങളിൽ ഒരുക്കുമെന്നും മണപ്പാട്ടിപ്പറമ്പിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്നും സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ എം കെ മുനീർ. സ്വാശ്രയ ഭാരത് 2011 പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന പ്രദർശന സ്റ്റാളുകൾ സന്ദർശിക്കാനെത്തിയതായിരുന്നു മന്ത്രി എം കെ മുനീർ. ശാസ്ത്ര സംബന്ധിയായ സ്റ്റാളുകളിൽ നിന്നും വ്യത്യസ്തമായ മുരുകന്റെ ഫോട്ടോ പ്രദർശനം കാണുന്നതിനിടയിലാണ് ഡോക്ടർ എം കെ മുനീർ വികാരാധീതനായി തെരുവു മക്കൾക്കു വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. നിശബ്ദരുടെ നിലവിളി അഥവാ തെരുവോര കാഴ്ചകൾ എന്ന് പേരിട്ടിരിക്കുന്ന ഫോട്ടോ പ്രദർശനത്തിൽ 90 ചിത്രങ്ങളാണുള്ളത്. സാധാരണ ക്യാമറ കൊണ്ട് പകർത്തുന്ന ചിത്രങ്ങളെക്കാൾ മൂർച്ചയേറിയ കാഴ്ചകളാണ് മുരുകന്റെ ക്യാമറ ഒപ്പിയെടുത്ത് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. സന്ദർശക ഡയറിയിൽ മന്ത്രി മുനീർ എഴുതിയതുപോലെ ജീവിതം എന്തെന്ന് തിരിച്ചറിയാത്ത സമൂഹത്തിന്റെ മൂന്നാം കണ്ണാണ് മുരുകന്റെ ക്യാമറ. തിരക്കേറിയ റോഡ് വക്കിലെ മാലിന്യം നിറഞ്ഞ ഓടയിൽ നിന്ന് ദാഹമകറ്റുന്ന യുവാവിന്റെ ചിത്രത്തിനു താഴെ ദാഹത്തിന് കണ്ണില്ല എന്ന തലക്കെട്ടോടെയാണ് ചുവരിൽ പതിപ്പിച്ചിരിക്കുന്നത്. ചിത്രങ്ങൾ പറയാതെ പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ആരും കാണാതെ പോകുന്ന പ്രശ്നമാണ് മുരുകന്റെ ക്യാമറ ചൂണ്ടിക്കാണിക്കുന്നത്. ബാലവേലയ്ക്കെതിരെ തെരുവോര മക്കളില്ലാത്ത ഇന്ത്യ എന്ന സ്വപ്നവുമായി തെരുവോര പ്രവർത്തക അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ച് ജനറൽ സെക്രട്ടറിയും ഏകാംഗ പ്രവർത്തകനുമായി നാടുചുറ്റുന്ന മുരുകന്റെ സേവനങ്ങൾക്കുള്ള അംഗീകാരമായി മാറുകയാണ് ശാസ്ത്ര പ്രദർശന നഗരിയിലെ പ്രദർശന സ്റ്റാളുകൾ. ICTV ന്യൂസ്, എറണാകുളം.